സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ ഏറ്റവും പുതിയ വിതരണ അറിയിപ്പുകൾ എത്തി. വമ്പൻ മാറ്റങ്ങളോടുകൂടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം വീണ്ടും ആരംഭിക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലെ വിതരണത്തോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് സമർപ്പണം ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. വമ്പൻ മാറ്റങ്ങളോടുകൂടിയാണ് മെയ് മാസം മുതൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ആരംഭിക്കുക. എല്ലാ മാസവും കൃത്യമായി 1600 മുതൽ 2000 രൂപ വരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനുകൾ എന്നിവ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കും വലിയ മാറ്റങ്ങളോടുകൂടി വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ തുക സർക്കാർ ഒരുമിച്ച് തന്നെ വിതരണം ചെയ്തിരുന്നെങ്കിൽ പോലും ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുകയായ 2000 രൂപ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. സാങ്കേതിക പിഴവുകൾ മൂലവും മസ്റ്ററിംഗ്, ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിവ കൃത്യമായി സമർപ്പിക്കാതിരിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്കാണ് തുകയിൽ കുറവ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസത്തിൽ പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇവ കൃത്യമായി സമർപ്പിക്കുന്ന മുറയ്ക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിൽ 7.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് NSAP വിഭാഗത്തിൽപ്പെട്ട കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്നത്. ഇവർക്കുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 2 മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ 500 മുതൽ 1000 രൂപ വരെ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക. നിലവിലെ പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് മെയ് മാസം മുതൽ 3000 രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. എല്ലാ മുന്നണികളും പെൻഷൻ തുകയുടെ അടിസ്ഥാന ഇനത്തിലുള്ള വർധനവ് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3000 രൂപ വീതം അടിസ്ഥാന പെൻഷൻ തുകയായി നൽകുമെന്നുള്ള പ്രഖ്യാപനമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഗുണഭോക്താവിനും ഇനി മുതൽ 3000 രൂപ വീതമാണ് എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ പെൻഷന് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷൻ പാസ്സായി പുതിയതായി ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും മെയ് മാസം മുതൽ 3000 രൂപ വീതം എത്തിച്ചേരും. അടിസ്ഥാന പെൻഷൻ 3000 രൂപ വീതമാക്കി പ്രഖ്യാപിച്ചത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. എന്നാൽ ഇനി മുതൽ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമാവും ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുക. ഭൗതിക സാഹചര്യ പരിശോധനകളുടെയും സർട്ടിഫിക്കറ്റ് സമർപ്പണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പുതുക്കിയ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമാവും പെൻഷൻ തുക എത്തിച്ചേരുക. വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുമ്പോൾ സംസ്ഥാനം വലിയൊരു സാമ്പത്തിക വെല്ലുവിളി തന്നെ നേരിടേണ്ടി വരും. അത് മാത്രവുമല്ല, ഇനി മുതൽ കേന്ദ്ര സർക്കാർ നൽകേണ്ടിയിരുന്ന തുക കൂടി സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് വിതരണം ചെയ്യണമെന്നുള്ള ഒരു രീതിയിലേക്ക് കൂടി മാറിയിരിക്കുകയാണ്. കേന്ദ്രവിഹിത വിതരണത്തിനായുള്ള തുക കേന്ദ്രം അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് ഈ തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ അധിഷ്ഠിതമല്ലാത്ത ഗുണഭോക്താക്കൾക്കും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെൻഷൻ അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കും കേന്ദ്രവിഹിതം ലഭിക്കുകയില്ല. 7.5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതം PFMS സംവിധാനം വഴി അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ഇതുവരെയും തുക എത്തിച്ചേർന്നിട്ടുമില്ല. വിവിധ പഞ്ചായത്തുകളിൽ വാർഡ് മെമ്പർമാർ മുൻകൈയെടുത്ത്, അതോടൊപ്പം തന്നെ കൗൺസിലർമാർ മുൻകൈയെടുത്ത് പ്രത്യേക പെൻഷൻ ക്യാമ്പയിനുകൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിലേക്ക് ആളുകളെ ചേർക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടിയാണിത്. അർഹതപ്പെട്ട പരമാവധി ആളുകൾ പദ്ധതിയുടെ ഭാഗമാകുന്നതോടുകൂടി ഇവർക്കും പെൻഷൻ തുക ലഭിക്കുന്നതാണ്. ഒരു വീട്ടിൽ പരമാവധി 2 പേർക്ക് ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ 6000 രൂപ വരെയാണ് ഇനി മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത വ്യക്തികൾ 2026 ജൂൺ 30 മുന്നോടിയായി വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. കാലാവധി തീരുന്നതിന് മുന്നോടിയായി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾക്ക് വരും മാസങ്ങളിലെ പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും. 2,53,000 മുകളിലുള്ള ആളുകളാണ് ഇനിയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ളത്. വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ആളുകളും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ്. ഇതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യമായ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം കൂടിയാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. മാർച്ച് ഗഡു ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് മാർച്ച് ഏപ്രിൽ ഗഡുക്കളായ 2000 രൂപ വീതമാണ് പരമാവധി എത്തിച്ചേരുക. എല്ലാ വിഭാഗത്തിലും പെടുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അറിയിപ്പുകൾ ഇതുവരെ എത്തിയിട്ടില്ല. നാളിതുവരെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർ മാത്രമാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.